യും ജലയാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. സുരക്ഷിതവും ആസ്വാദ്യകരവുമായ ഒരു ജലയാത്രയ്ക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. സുരക്ഷ: ജീവനരക്ഷാ ഉപകരണങ്ങൾ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് തുടങ്ങിയവ എപ്പോഴും ഉപയോഗിക്കുക. നീന്തൽ കഴിവ്: നീന്തൽ വ്യക്തമായി അറിയാത്തവർ ജലയാത്രയ്ക്ക് പോകുന്നത് ഒഴിവാക്കുക. വെള്ളത്തിന്റെ ആഴം ശ്രദ്ധിക്കുക. കാലാവസ്ഥ മഴയോ കാറ്റോ വീശുന്ന സമയത്ത് ജലയാത്ര ഒഴിവാക്കുക. ബോട്ട് സുരക്ഷ: ബോട്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. എഞ്ചിൻ പ്രശ്നങ്ങളോ മറ്റ് തകരാറുകളോ ഉണ്ടെങ്കിൽ യാത്ര മുടക്കുക. മദ്യപാനം: ജലയാത്രയ്ക്കിടയിൽ മദ്യപിക്കരുത്. ഇത് അപകടത്തിന് കാരണമാകാം. സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഹൈഡ്രേഷൻ: ധാരാളം വെള്ളം കുടിക്കുക. ആഹാരം, ഹെൽമറ്റ്, ലൈഫ് ജാക്കറ്റ് തുടങ്ങിയവ എപ്പോഴും ഉപയോഗിക്കുക. ആദ്യ ശുശ്രൂഷ കിറ്റ് കയ്യിൽ കരുതുക. പരിസ്ഥിതി മലിനീകരിക്കുന്നത് ഒഴിവാക്കുക. പ്ലാസ്റ്റിക് കവറുകൾ, ബോട്ടിലുകൾ തുടങ്ങിയവ വെള്ളത്തിലിടരുത്. കാട്ടുജീവികളെ അലട്ടരുത്. അവയുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കരുത്. ജലസംഭരണിയുടെ അടുത്ത് ഫോൺ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. കുട്ടികളെ ഒറ്റയ്ക്കാക്കരുത്. എപ്പോഴും മുതിർന്നവരുടെ നിരീക്ഷണത്തിലായിരിക്കണം. ജലയാത്രയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കുക. ജലയാത്ര ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. എന്നാൽ എല്ലാ വിനോദങ്ങളിലെയും പോലെ ജലയാത്രയിലും ചില അപകടസാധ്യതകളുണ്ട്. ജലയാത്രയിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ: മുങ്ങിമരിക്കൽ: ഇതാണ് ജലയാത്രയിലെ ഏറ്റവും വലിയ അപകടം. നീന്താൻ അറിയാത്തവർ, ജലപ്രവാഹം കണക്കാക്കാതെ ഇറങ്ങുന്നവർ, അമിതമായി മദ്യപിക്കുന്നവർ എന്നിവർക്ക് മുങ്ങിമരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ: കടൽക്ഷോഭം, കനത്ത മഴ, ഇടിമിന്നൽ എന്നിവ ജലയാത്രയെ അപകടകരമാക്കും. ജലജീവികളുടെ ആക്രമണം: ചില പ്രദേശങ്ങളിൽ മത്സ്യങ്ങൾ, മുതലകൾ തുടങ്ങിയ ജലജീവികളുടെ ആക്രമണം സംഭവിക്കാം. ബോട്ട് അപകടങ്ങൾ: ബോട്ട് തകരൽ, എഞ്ചിൻ തകരാർ തുടങ്ങിയവ ബോട്ട് യാത്രക്കാരെ അപകടത്തിലാക്കും. ജലത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ: ജലത്തിൽ നിറഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുറിവുകൾ ഉണ്ടാക്കുകയോ ശ്വാസം മുട്ടിക്കുകയോ ചെയ്തേക്കാം. ജലയാത്ര സുരക്ഷിതമാക്കാൻ എന്തു ചെയ്യാം? നീന്താൻ അറിയാം എന്ന് ഉറപ്പുവരുത്തുക. നീന്താൻ അറിയാത്തവർ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രമേ വെള്ളത്തിലിറങ്ങാവൂ. കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുക. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ജലയാത്ര ഒഴിവാക്കുക. സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് തുടങ്ങിയവ നിർബന്ധമായും ഉപയോഗിക്കുക. ഗ്രൂപ്പായി യാത്ര ചെയ്യുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടകരമാണ്. മദ്യപിക്കാതിരിക്കുക. മദ്യപിച്ചാൽ പ്രതികരണശേഷി കുറയും. ജലത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാതിരിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനും സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലത്തിൽ ഇടാതിരിക്കുക. ജലയാത്ര ഒരു മനോഹരമായ അനുഭവമാണ്. എന്നാൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അതിനാൽ ജലയാത്ര ആസൂത്രണം ചെയ്യുന്നതിനു മുൻപ് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ജലയാത്ര സുരക്ഷിതവും ആസ്വാദ്യകരവുമാക്കാൻ ചില പ്രധാന മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുരക്ഷാ ഉപകരണങ്ങൾ: ജീവൻ രക്ഷാവസ്ത്രം: നിങ്ങളുടെ ശരീരഭാരത്തിന് അനുയോജ്യമായ ജീവൻ രക്ഷാവസ്ത്രം നിർബന്ധമായും ധരിക്കുക. ഹെൽമറ്റ്: വേഗതയേറിയ ബോട്ട് യാത്രകളിൽ ഹെൽമറ്റ് ധരിക്കുന്നത് സുരക്ഷിതമാണ്. സുരക്ഷാ കണ്ണട: വെയിലും കാറ്റും കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സുരക്ഷാ കണ്ണട ധരിക്കുക. യാത്രാ പദ്ധതി മുൻകൂട്ടി തയ്യാറാക്കുക. എവിടെയെല്ലാം പോകണം, എത്ര സമയമെടുക്കും എന്നിവ നിശ്ചയിക്കുക. ആഹാരവും വെള്ളവും: യാത്രയ്ക്കാവശ്യമായ ആഹാരവും വെള്ളവും കരുതുക. ഫോൺ ചാർജർ: മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ചെയ്ത് കരുതുക. പ്രഥമ ശുശ്രൂഷ കിറ്റ്: ചെറിയ അപകടങ്ങൾ സംഭവിച്ചാൽ ഉപയോഗിക്കാവുന്ന പ്രഥമ ശുശ്രൂഷ കിറ്റ് കരുതുക. യാത്രക്കിടയിലെ മുൻകരുതലുകൾ: വേഗത നിയന്ത്രിക്കുക. ബോട്ട് വേഗത നിയന്ത്രിച്ച് ഓടിക്കുക. മദ്യപാനം ഒഴിവാക്കുക. ബോട്ട് മറ്റു വള്ളങ്ങളുമായി ദൂരം പാലിക്കുക. കടലിലെ ജീവികളെ സൂക്ഷിക്കുക. കടലിൽ നിന്ന് മാറി നിൽക്കുക. കടലിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക. ജീവൻ രക്ഷാവസ്ത്രം ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ ജീവൻ രക്ഷാവസ്ത്രം ഉപയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കടൽ രക്ഷാസേനയെ ബന്ധപ്പെടുക. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വായിക്കുക. യാത്ര ചെയ്യുന്ന പ്രദേശത്തെ സുരക്ഷാ നിബന്ധനകൾ പരിശോധിക്കുക. ഓർമ്മിക്കുക, സുരക്ഷിതമായ യാത്രയ്ക്ക് നിങ്ങളുടെ സഹകരണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.